പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് പരിശുദ്ധ മാതാവിൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് സഭ ഓർക്കുന്ന ദിവസമാണ്. അത് എന്തുകൊണ്ടും അർത്ഥവത്താണ്. സെപ്റ്റംബർ 14 കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. അതിന് തൊട്ടടുത്ത ദിവസം കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് പരിശുദ്ധമ്മയുടെ സങ്കടങ്ങളെ ഓർക്കുന്ന ദിവസമാണ്. നമുക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്, ഇല്ലേ? മാതാവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ അമ്മയെയും, സ്വന്തം ബയോളജിക്കൽ അമ്മയെയും നമുക്കിഷ്ടമാണ്. ഇപ്പോൾ ചിലപ്പോൾ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അമ്മ ചിലപ്പോൾ പല കാര്യങ്ങൾ, സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ നമ്മുടെ അമ്മമാർക്ക്. അപ്പം അമ്മ ഇങ്ങനെ കരയുമ്പോൾ മക്കൾ അമ്മയോട് ചോദിക്കാതെ തന്നെ, അമ്മ പറയാതെ തന്നെ അമ്മയുടെ സങ്കടങ്ങളെക്കുറിച്ച് അറിയണം. എന്തുകൊണ്ടായിരിക്കാം അമ്മ കരയണത്? അമ്മയുടെ സങ്കടം എന്താണ്? ഇത് പറയാതെ തന്നെ അറിയുന്നത് അത് അമ്മയോടുള്ള സ്നേഹമാണ്. അമ്മ എന്തിനാണ് കരയുന്നതെന്ന് മക്കൾക്കറിയില്ലെങ്കിൽ അമ്മയെ സ്നേഹിക്കുന്നില്ല. അതുപോലെ പരിശുദ്ധ അമ്മയുടെ സങ്കടങ്ങൾ നമുക്കറിയില്ലെങ്കിൽ, പരിശുദ്ധ അമ്മയുടെ മക്കളാണ്, അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ തീർത്ഥാടനമൊക്കെ വരുന്നുണ്ട്, എനിക്ക് അമ്മ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കാര്യമില്ല. അമ്മയുടെ സങ്കടം എന്താണെന്നറിയണം. സഭ പഠിപ്പിക്കുന്നത് 7 സങ്കടങ്ങളാണ്. 7 സങ്കടങ്ങൾ അറിയാവോ? ശിമയോൻ്റെ പ്രവചനം, നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും എന്ന്. ശിമയോൻ്റെ പ്രവചനം, അതൊരു ഷോർട്ട് വേർഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രവചനം. ഇനി ഈജിപ്തിലേക്കുള്ള പലായനം. ഇപ്പം പ്രവചനവും പലായനവും. മൂന്നാമത്തേത് കാണാതാവുന്നത്, 12ാമത്തെ വയസ്സിൽ കാണാതാവുന്നത്. ഇനി കുരിശിൻ്റെ വഴിയിലെ 4ാമത്തെ സ്ഥലം തന്നെയാണ് മാതാവിൻ്റെ 4ാമത്തെ വ്യാകുലം, അത് കണ്ടുമുട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ 2 പ്രലോഭനം, പ്രവചനം പലായനം. കാണാതാവുന്നത്, കണ്ടുമുട്ടുന്നത്. അപ്പോൾ 4 ആയില്ലേ? ഇത് പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പ്രവചനം, പലായനം, കാണാതാവുന്നത്, കണ്ടുമുട്ടുന്നത്. ഇനി 3 കുരിശിൻ്റെ ചുവട്ടിലാണ്. അതായത് ഈശോയുടെ മരണം കാണുന്നത്, ഈശോയുടെ കിടപ്പ്, മടിയിലെ കിടപ്പ്. അപ്പം മരണം, കിടപ്പ്, അടക്കം, ഇത് 3 കല്ലറയിൽ സംസ്കരിക്കുന്നത്. അപ്പം മരണം, കുരിശിൽ മരണം കാണുന്നത്, മടിയിൽ അമൃത ശരീരം, ഈശോയുടെ ശരീരം വാങ്ങി കിടത്തിയത്, പിന്നെ ഈശോയെ അടക്കം ചെയ്ത്. അപ്പം മരണം, കിടപ്പ്, അടക്കം. അങ്ങനെ നോർത്തെ. പ്രവചനം, പലായനം, കാണാതാവുന്നത്, കണ്ടുമുട്ടുന്നത്, മരണം, കിടപ്പ്, അടക്കം. ഇത് ബൈഹാർട്ട് ചെയ്യണം. പരിശുദ്ധമ്മയെ സ്നേഹിക്കുന്ന ഒരൊറ്റ കുഞ്ഞും ഇതറിയാതെ പോകരുത്. ഇത് സഭയുടെ പഠനമാണ്. ഇത് പഠിക്കണം. മാതാവിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. നമുക്ക് ഈ ചിന്തകളോടുകൂടെ ഈ പരിശുദ്ധ ബലി അർപ്പിക്കാം. എൻ്റെ സങ്കടം അറിയുന്ന മക്കളെ ഞാൻ കടാക്ഷിക്കും. എൻ്റെ സങ്കടം അറിയുന്ന മക്കളോട് എനിക്ക് പ്രത്യേക സ്നേഹം ഉണ്ടാവും എന്നമ്മ പറഞ്ഞാലോ? എൻ്റെ സങ്കടം, ഞാൻ കരഞ്ഞത് എന്തിനാണെന്ന് മക്കളെ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളുടെ കരച്ചിൽ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിക്കും. ആ ഒരു അനുഭവം ഇന്നത്തെ ബലിയർപ്പണത്തിലുണ്ടാകട്ടെ. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും
ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ പുത്രൻ കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ മാതാവും സഹിച്ചുകൊണ്ട് കൂടെ നിൽക്കണമെന്ന് അങ്ങ് തിരുമനസ്സായല്ലോ. ഈ അമ്മയോടൊപ്പം ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൽ പങ്കുചേർന്ന് അവിടുത്തെ ഉത്ഥാനത്തിൽ ഭാഗഭാക്കാകാനുള്ള അർഹത ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിദിന സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ. കർത്താവേ, അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. ലജ്ജിക്കാൻ എനിക്കിട വരുത്തരുതേ. നീതിമാനായ അങ്ങ് എന്നെ രക്ഷിക്കണമേ. എൻ്റെ നേരെ ചെവി ചായ്ച്ച് എന്നെ അതിവേഗം വിടുവിക്കണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ. അവിടുന്ന് എൻ്റെ അപേക്ഷയിലെയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തിദുർഗവുമായിരിക്കണമേ. അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ്. അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ. എനിക്ക് വഴികാട്ടിയായിരിക്കണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ. എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അവിടുന്നാണ് എൻ്റെ അഭയസ്ഥാനം. അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു.
കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ. എന്നെ രക്ഷിക്കണമേ. കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ ഭാഗ്യധേയം അങ്ങയുടെ കൈകളിലാണ്. ശത്രുക്കളുടെയും പീഡകരുടെയും കൈകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ. എന്നെ രക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കന്യക മറിയം അനുഗ്രഹീതയാകുന്നു. എന്തെന്നാൽ മരണം വഴിയല്ലാതെ കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് അവൾ രക്തസാക്ഷിത്വ കിരീടം നേടി. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശുവിനെ പറ്റി പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവികാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, മാതാവിൻ്റെ സങ്കടങ്ങളുടെ തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ നേരുകയാണ്. നമുക്കും സങ്കടങ്ങളുള്ളതുകൊണ്ട് ഈ തിരുനാൾ നമുക്ക് സങ്കടങ്ങൾ അനുഭവിച്ച് ഈശോയും മാതാവും ഒക്കെ കൂടെ ഉണ്ടെന്നുള്ളൊരാശ്വാസം നമുക്കെപ്പോഴും ഉണ്ടാകട്ടെ. ഈ തിരുനാളിന് ഈ വിധത്തിൽ ഇങ്ങനെ രൂപപ്പെടാൻ ഒരു ചരിത്രമുണ്ട്. 1233 ഓർഡർ ഓഫ് സെർവൻസ് ഓഫ് മേരി അങ്ങനെ ഒരു സമൂഹം രൂപപ്പെട്ടു. അവർ 7 പേര് ചേർന്നിട്ടാണ്, 7 യുവാക്കൾ ചേർന്നിട്ടാണ് ഈ സന്യാസ സഭ, ഓർഡർ ഓഫ് സെർവൻസ് ഓഫ് മേരി, അത് അവർ രൂപീകരിച്ചത്. അപ്പം ഈ സഭയുടെ അവരുടെ ധ്യാനം, പ്രാർത്ഥന ഇതൊക്കെ മാതാവിൻ്റെ സങ്കടങ്ങളെക്കുറിച്ചായിരുന്നു. 1239 ഏതാനും വർഷങ്ങൾക്ക് ശേഷം 1239 മാതാവ് നേരിട്ട് ഇവർക്ക് പറഞ്ഞുകൊടുത്തു എന്ന് പറയപ്പെടുന്നുണ്ട്. അവർ ഈ മാതാവിൻ്റെ സങ്കടങ്ങൾ, ഈ 7 സങ്കടങ്ങൾ, അത് അവരുടെ സന്യാസ സഭയുടെ ഒരു തീമായിട്ട് അവർ അതെടുത്തു. അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് അവർ ധ്യാനിക്കാൻ തുടങ്ങി. അതാണ് ഒരു ചരിത്രം. അപ്പോൾ അതിനുവേണ്ടി അവർ ചെയ്തത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളിപ്പോൾ സാധാരണ 53 മണി ജപം എന്ന് പറയുന്നത് പോലെ അതിൽ 10 നന്മ നിറഞ്ഞ മറിയമേ ആണല്ലോ നമ്മൾ ചൊല്ലുന്നത്. ഇതിൽ 7 നന്മ നിറഞ്ഞ മറിയമേ 7 പ്രാവശ്യം അങ്ങനെ ചൊല്ലി 7 വ്യാകുലങ്ങൾ അങ്ങനെ ധ്യാനിക്കുന്നൊരു രീതി. 7 സോറോസ്, റോസറി ഓഫ് 7 സോറോസ്, അങ്ങനെ അവർ അത് ചെയ്തിരുന്നു. ഇനി മാതാവിൻ്റെ സങ്കടങ്ങളുടെ ഒരു ഉത്തരീയം, അത് കറുത്ത നിറത്തിലുള്ള ബ്ലാക്ക് സ്കാപ്പുലർ ഓഫ് 7 സോറോസ്. ഇനി ഈ വ്യാകുല മാതാവിൻ്റെ, സൊറോഫുൾ മാതാവിൻ്റെ ഒരു നൊവേന അവർ നടത്തിയിരുന്നു. ഇത് വളരെ നാളുകൾക്ക് മുമ്പ് അവർ ചെയ്തിരുന്നൊരു കാര്യമാണ്. ഇതാണ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്നത്. 1750 നമ്മൾ ഓഗസ്റ്റ് 1 തിരുനാൾ ആചരിക്കുന്ന അൽഫോൺസ് മരിയ ലിഗോരി, അദ്ദേഹം നല്ലൊരു മരിയ ഭക്തനായിരുന്നു. അദ്ദേഹം 2 പ്രധാനപ്പെട്ട, ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട 2 കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്ന് പരിശുദ്ധ കുർബാന, പരിശുദ്ധ കുർബാനയുടെ സന്ദർശനങ്ങൾ, അതാണ് ഒന്നാമത്തെ പുസ്തകം. രണ്ടാമത്തെ പുസ്തകം മറിയത്തിൻ്റെ മഹത്വങ്ങൾ. ഇത് 1750കളിൽ എഴുതപ്പെട്ട പുസ്തകമാണ്. അതിൽ ഈ മാതാവിൻ്റെ വ്യാകുലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി
1814 ഏഴാം പിയൂസ് പാപ്പ അദ്ദേഹം ഒരു തടവിലാക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഒരു യുദ്ധമായിട്ട് ബന്ധപ്പെട്ടാണ് ശത്രുക്കൾ അദ്ദേഹത്തെ തടവിലാക്കപ്പെട്ടപ്പോൾ അദ്ദേഹം തടവറയിൽ കിടന്നുകൊണ്ട് മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അദ്ദേഹം തടവിൽ നിന്ന് വിമുക്തനാക്കപ്പെട്ടു. അപ്പോൾ ഇത് തടവിലാക്കപ്പെട്ട സമയത്തെല്ലാം മാതാവിൻ്റെ സങ്കടങ്ങളെക്കുറിച്ചൊക്കെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഒരു 4 വർഷത്തിന് ശേഷം 1818 അദ്ദേഹം അതൊരു പുസ്തകമായിട്ട് ഇറക്കി. ഇത് അങ്ങനെ ആ ധ്യാനങ്ങൾ, മാതാവിൻ്റെ സഹനങ്ങളെക്കുറിച്ചുള്ള ധ്യാനങ്ങൾ അദ്ദേഹം പരസ്യപ്പെടുത്തി. പിന്നീട് നമ്മുടെ സഭയിലുള്ള ഒരു ലാറ്റിൻ പാട്ടാണ് സ്റ്റബാത്ത് മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കുന്ന മാതാവ്, കുരിശിൻ്റെ ചുവട്ട് നിൽക്കുന്ന മാതാവ്. നമ്മളിപ്പോൾ വായനയ്ക്ക് മുൻപ് അവസാനിപ്പിച്ച പ്രാർത്ഥനയുണ്ടല്ലോ, കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ പരിശുദ്ധമ്മയെ കുരിശിൻ്റെ ചുവട്ടിൽ നിർത്താൻ അങ്ങ് തിരുവുള്ളമായല്ലോ. ഇപ്പം സ്റ്റാൻഡിങ് മദർ, സങ്കടപ്പെട്ട് നിൽക്കുന്ന മദർ, സങ്കടപ്പെട്ട് നിൽക്കുക മാതാവ്. അതാണ് അങ്ങനെ ഒരു ലാറ്റിൻ ഗീതം, അത് മാതാവിൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഇനി അൽഫോൻസ് മരിയ ലിഗോരിയെ കൂടാതെ ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത്, സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റ്, ഇവരൊക്കെ ഈ മാതാവിൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ബ്രിജിറ്റിൻ്റെ അവരുടെ സന്യാസ സഭയുടെ ഒരു മുദ്ര തന്നെ അത് കർത്താവിൻ്റെ പഞ്ചക്ഷതങ്ങളാണ്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ബ്രിജിറ്റൈൻ സിസ്റ്റേഴ്സ് അവർ തലയിൽ വെയിൽ തുണി ഇടുമല്ലോ, അതുകൂടാതെ ശിരോവസ്ത്രം കൂടാതെ അതിൻ്റെ മുകളിൽ 5 ചുവന്ന പൊട്ടുകളുള്ള ഒരു ക്രൗൺ ഇങ്ങനെ ആ ശിരോവസ്ത്രത്തിന് മീതെ ഇങ്ങനെ ഇറക്കി വയ്ക്കും. അത് ഇന്ത്യയിലെ വിജിറ്റൈൻ സിസ്റ്റേഴ്സ് അത് വെച്ചത് കണ്ടിട്ടില്ല, പക്ഷേ യൂറോപ്പിലൊക്കെ അതുണ്ട്. അതായത് കർത്താവിൻ്റെ പഞ്ചക്ഷതങ്ങൾ ശിരസിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന സിസ്റ്റേഴ്സ്, അതാണ് ബ്രിജിറ്റൈൻ സിസ്റ്റേഴ്സ്. അപ്പോൾ ഈ വിശുദ്ധ ബ്രിജിറ്റിന് ഇത് ഇങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ബ്രിജിറ്റിന് മാതാവിൻ്റെ സങ്കടങ്ങൾ കുറച്ചുകൂടി വേറെ രീതിയിൽ കൂടി അത് വിശുദ്ധ ബ്രിജിറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്ന്, ഇങ്ങനെ ഈശോ വിവസ്ത്രനാക്കപ്പെട്ടില്ലേ, അപ്പോൾ അത് മാതാവിൻ്റെ ഒരു സങ്കടമാണ്, ഈശോ വസ്ത്രമുരിയപ്പെട്ടത്. ഇനി ഈശോയെ INRI അത് എഴുതി വെച്ചപ്പോൾ യൂതന്മാരുടെ രാജാവായ നസറത്തുകാരനെ ഈശോ എന്ന് പരിഹസിക്കാൻ വേണ്ടി അവർ എഴുതി വെച്ചതാണ്. ഈശോയ്ക്ക് കിട്ടിയ പരിഹാസങ്ങൾ മാതാവിനെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈശോയുടെ ശിരസിൽ മുൾമുടി വെച്ചത് അത് മാതാവിനെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈശോ കുരിശിൽ കടന്നുകൊണ്ട് ഏലി ഏലി ലാമാ സബക്താനി എന്ന് പറഞ്ഞ് കരഞ്ഞത് അത് മാതാവിനെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈശോയുടെ മരണം, ഇത് വേറൊരു രീതിയിലാണ് വിശുദ്ധ ബ്രിജിറ്റ് പറയുന്നത്. അപ്പോൾ എന്തു തന്നെ ആയാലും സഭ നമ്മളെ പഠിപ്പിക്കുന്ന 7 സങ്കടങ്ങൾ നമ്മളത് ധ്യാനിച്ചു. അത് പ്രവചനം, പലായനം, കാണാതാവുന്നത്, കണ്ടുമുട്ടുന്നത്, ഈശോയുടെ മരണം, ഈശോയുടെ മൃത ശരീരം, അത് മടിയിൽ കിടത്തുന്നത്, ഈശോയെ അടക്കം ചെയ്യുന്നത്. ഈ സങ്കടങ്ങൾ നമ്മൾ അറിയണം. മാതാവിൻ്റെ സങ്കടങ്ങൾ നമ്മൾ അറിയുമ്പോൾ മാതാവിന് നമ്മൾ പ്രത്യേകം കൂടുതൽ അടുത്ത് വരുന്നത് പോലെയാണ്. മാതാവിനോട് കൂടുതൽ അടുത്ത് വരുന്നത് പോലെ, മാതാവിനോട് അടുത്ത് നിന്ന് കഴിഞ്ഞാൽ മാതാവ് നമ്മുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കും. ആ കാനായിലെ കല്യാണ നാളിൽ അത് അവരുടെ പ്രശ്നം ഏറ്റെടുത്തതുപോലെ. കാരണം ഒറ്റക്കാക്കപ്പെട്ടതിൻ്റെയും വളരെയധികം വേദനകൾ സഹിച്ചതിൻ്റെയും അനുഭവം മാതാവിനുണ്ട്. അതുകൊണ്ട് സങ്കടങ്ങൾ അനുഭവിക്കുന്നവരുടെ സങ്കടങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ മാതാവിന് സാധിക്കും. നമുക്കങ്ങനെയല്ലേ, സങ്കടങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളൊരു വ്യക്തിക്ക്, സങ്കടകരമായ ബാല്യകാലം ഉണ്ടായിട്ടുള്ളൊരു വ്യക്തിക്ക് മുതിർന്നു വരുമ്പോൾ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ പെട്ടെന്ന് കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കും. സങ്കടങ്ങളൊന്നുമില്ലാതെ ജീവിച്ചിട്ടുള്ള ഒരാൾക്ക് ആരെയും ഉൾക്കൊള്ളാൻ പറ്റില്ല, ആരുടെയും സങ്കടങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം സങ്കടങ്ങളുടെ മറിയം നമുക്ക് വലിയ ആശ്വാസമാണ്. ഇനി മാതാവും ഈശോയും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, സങ്കടങ്ങൾ കഴിഞ്ഞാൽ ഒരാശ്വാസം ഉണ്ടാകും, ഒരു കൃപയുണ്ടാകും എന്ന് ഇവർ പഠിപ്പിക്കുന്നുണ്ട്. ഇല്ലേ, വലിയ ഉന്നതിക്ക് കാരണമായി ഈശോയുടെ പേര് വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഈശോയുടെ മുമ്പിൽ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. മറിയം, സ്വർഗം ദൈവകൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ച മറിയത്തെ ഇന്ന് ലോകം മുഴുവൻ ഈശോയുടെ അമ്മയെന്ന് പറഞ്ഞ് വണങ്ങുകയാണ്. അത്രയധികം മാതാവിന് സഭയിൽ എത്ര പ്രത്യക്ഷീകരണങ്ങൾ, എത്ര പ്രാധാന്യങ്ങൾ, എത്രയോ മനുഷ്യർ മാതാവിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച്
അങ്ങനെ വിശ്വാസ ജീവൻ നയിക്കുന്നു. അപ്പോൾ മറിയത്തിന് അങ്ങനെ വലിയൊരു ഉയർച്ച മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവം കൊടുത്തു, സഹിച്ചതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ മാതാവിൻ്റെ ഈ സഹനങ്ങളെ വേണമെങ്കിൽ ആത്മീയ രക്തസാക്ഷിത്വം എന്ന് വേണമെങ്കിൽ പറയാം. മാതാവ് മുറിവേറ്റിട്ടുണ്ടാകിയല്ല, ഈ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ച് കയറുമെന്ന് പറയുന്നത് അത് ദൈവവചനമാവുന്ന ആത്മാവിൻ്റെ വാളിനെ കുറിച്ചാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:17 വാക്യത്തിൽ ദൈവവചനമാവുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുവിൻ. ഹെബ്രായ 4:12 ഇരുതല വാൾ അല്ലെ, ഇരുതല മൂർച്ചയുള്ള വാൾ. അത് സന്ധിബന്ധങ്ങൾ തുളഞ്ഞു കയറുന്നതാണ്. മാതാവിൻ്റെ ഹൃദയത്തിലേക്ക് കയറിയത് അത് പ്രതീകമായിട്ടാണ്. ഇങ്ങനെ സങ്കടങ്ങൾ തുളഞ്ഞു കയറിയ മാതാവ്. അപ്പോൾ നമുക്ക് ഈ ഒരു വ്യാകുലം, മാതാവിൻ്റെ രക്തസാക്ഷിത്വം, മാതാവിൻ്റെ ആത്മീയ രക്തസാക്ഷിത്വം, മാതാവിൻ്റെ സഹനങ്ങൾ, അത് നമുക്കൊരു മാതൃകയാണ്. ഇവർ ഈശോയും മാതാവും സഹിച്ചത് അവരുടെ കുറ്റം കൊണ്ടല്ല. നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തു, ഒരു വ്യഭിചാരം ചെയ്തു, അത് ആളുകളുടെ മുമ്പിൽ നാണക്കേടായി, അല്ലെങ്കിൽ മദ്യപിച്ചു കഴിഞ്ഞിട്ട് കരൾ രോഗം വന്നു. ഇത് നമ്മളുണ്ടാക്കിയ സഹന. പക്ഷേ നമ്മളറിയാത്തൊരു കാര്യത്തിന് സഹിക്കേണ്ടി വന്നാൽ അതിന് കൃപയുറപ്പാണ്. അതാണ് മാതാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. മാതാവും ഈശോയും സങ്കടപ്പെട്ടത് അവർ ചെയ്ത തെറ്റിനല്ല. ഇല്ല, കുരിശിക്കടന്ന് കള്ളന്മാരിൽ 2 പേരിൽ ഒരാൾ, നല്ല കള്ളൻ സ്വർഗത്തിൽ പോയി എന്ന് നമുക്കറിയാം. മറ്റേ കള്ളൻ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെ ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് ദുഷിച്ചു പറഞ്ഞു. ആ കള്ളന് ഈശോ വല്ല തെറ്റും ചെയ്തോ? ഈശോ വല്ല ദ്രോഹവും ആ കള്ളനോട് ചെയ്തോ? ദുഷിച്ചു പറയുന്നത് കണ്ടോ? നമ്മളെ അങ്ങനെ ആളുകൾ പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ അത് അങ്ങനെയുള്ള സഹനങ്ങൾ നമുക്ക് അനുഗ്രഹമായി മാറും. അങ്ങനെയുള്ള നമ്മളറിയാത്ത കാര്യത്തിന് നമ്മൾ സഹിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ദൈവം നമുക്കതിന് കൃപ തരും. അതങ്ങനെ വിശ്വസിക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ സഹനങ്ങളെ തട്ടിത്തെറിപ്പിച്ച് കളയരുത്. ജീവിത പങ്കാളിയുടെ മദ്യപാനം ഭാര്യയുടെ കുറ്റം കൊണ്ടുണ്ടായതല്ല. പക്ഷെ ഭാര്യ എപ്പോഴും കുറ്റപ്പെടുത്തി ആ സഹനത്തെ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞാൽ ചിലപ്പോൾ ഫലമുണ്ടാകണമെന്നില്ല. എന്നാൽ ആ സഹനം അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ജീവിത പങ്കാളിയുടെ മദ്യപാനം അത് രക്ഷാകരമായി ദൈവം മാറ്റി, അയാൾക്കും ആ കുടുംബത്തിനും അത് ദൈവം മാറ്റിത്തരും. അതാണ് സഹനങ്ങളുടെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതി. അതുകൊണ്ട് നമുക്ക് ഈ മാതാവ് സഹിച്ചതുപോലെ മാതാവിൻ്റെ, നമ്മൾ വിയാ ക്രൂച്ചിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിനിലെ കുരിശിൻ്റെ വഴി എന്നാണ് അർത്ഥം. വിയാ ക്രൂച്ചിസ്. അതുപോലെ വിയാ മാത്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ വഴി. കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ അമ്മ നമുക്ക് കാണിച്ചു തരുന്ന വഴി ഇതാണ്. കുരിശിൻ്റെ ചുവട്ട് നിൽക്കുക, ഇങ്ങനെ നിൽക്കുക, കർത്താവിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുക. അതിൻ്റെ പ്രതീകമായിട്ടാണ് മാതാവ് അങ്ങനെ കുരിശിൻ്റെ ചുവട്ട് നിന്നതിൻ്റെ സൂചനയായിട്ടാണ് നമ്മൾ കുമ്പസാരിക്കാൻ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ നിന്ന് കുമ്പസാരിക്കുന്നത്, ഒരു പാപിയെപ്പോലെ നിന്ന് കുമ്പസാരിക്കുന്നത്. ഇങ്ങനെ വരിയായിട്ട് നിന്ന്. ചില ആളുകളൊക്കെ കസേര വേണമെന്നൊക്കെയാണ് പറയുന്നത്. കസേര വേണം, ഞങ്ങൾക്ക് ഇരിക്കണം, ഞങ്ങൾക്ക് കാത്തു നിൽക്കണം. അപ്പം സ്റ്റാബാത്ത് മാറ്റർ എന്ന ലാറ്റിൻ ഗീതത്തിൻ്റെ അതിൻ്റെ അർത്ഥം നിൽക്കുന്ന മാതാവ്, സ്റ്റാൻഡിങ് മദർ. ഒരാൾ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുന്ന മാതാവ്. അതുപോലെ അതാണ് നമ്മൾ മാതാവ് കുരിശിൻ്റെ ചുവട്ടിൽ സങ്കടപ്പെട്ട് നിന്നെങ്കിൽ അത് ഈശോയുടെ കുരിശുമരണത്തെ മാതാവ് ആരാധിച്ചതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ മാതാവിൻ്റെ വഴി, വിയാ മാത്രീസ്, മാതാവിൻ്റെ വഴിയിലൂടെ പോകാൻ ആഗ്രഹിക്കുന്ന നമ്മൾ മാതാവ് കാണിച്ചു തന്നതുപോലെ ഈശോയുടെ കുരിശുമരണത്തെ നമ്മൾ ആരാധിക്കണം. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യഥാർത്ഥത്തിലുള്ള കുരിശിൻ്റെ ചുവട്ടിപ്പോൾ നമുക്ക് നിൽക്കാൻ അവസരമില്ലല്ലോ. നമുക്ക് പരിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കുചേരാൻ സാധിക്കും, പരിശുദ്ധ കുർബാന സ്വീകരണത്തിൽ പങ്കുചേരാൻ സാധിക്കും. മാതാവ് ഈശോയുടെ ശരീരം അടിയിലേക്ക് സ്വീകരിച്ചതുപോലെ കുമ്പസാരിക്കാൻ കാത്തു നിൽക്കുന്നത് അത് മാതാവ് കുരിശിൻ ചുവട്ടിൽ ഈശോയുടെ മരണത്തെ ആരാധിച്ച് അങ്ങനെ പാപമോചനവും രക്ഷയും അത് സ്വീകരിക്കുന്നത് പോലെ. മാതാവ് മനുഷ്യ സ്ത്രീയാണല്ലോ, അതുകൊണ്ട് മാതാവും ഈശോയുടെ കുരിശുമരണത്താൽ രക്ഷിക്കപ്പെട്ടവൾ തന്നെയാണ്. നമ്മളും ഈശോയുടെ കുരിശുമരണത്താൽ രക്ഷിക്കപ്പെട്ടവരാകാൻ, ആ പാപമോചനം എന്നും അനുഭവിക്കാൻ വേണ്ടി നമ്മൾ ഈ കൗദാശിക ജീവിതത്തിലൂടെ കടന്നുപോയാൽ നമ്മൾ മാതാവിനെ പോലെ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളുടെ കൂടെ നിൽക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറും. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് കൂടുതൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. മാതാവിൻ്റെ ഈ തിരുനാൾ അത് നമ്മുടെ തന്നെ തിരുനാളാണ്. ആരും നമ്മൾ ഒറ്റക്കാക്കി വിട്ടിട്ടില്ല. ഈശോയും മാതാവും നമ്മുടെ കൂടെ ഉണ്ട്. കൈകെട്ടി നിൽക്കുന്ന ഈശോ, പീലാത്തോസിന് മുമ്പിൽ നിൽക്കുന്ന ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മക്കളെ, ഞാനും ഇങ്ങനെ നിന്നിട്ടുണ്ട്,
ഞാനും ഇങ്ങനെ നിന്നിട്ടുണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട. ആരെങ്കിലും ആശുപത്രി കിടക്കുന്നുണ്ടെങ്കിൽ, കുറേ തടസ്സങ്ങളുണ്ടെങ്കിൽ, തകർച്ചകളുണ്ടെങ്കിൽ, കൂടെ കൂടെ വരുന്ന അപകടങ്ങളുണ്ടെങ്കിൽ, നിങ്ങളിങ്ങനെ ജീവിതത്തിൻ്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ മാതാവും ഈശോയും പറയും, മക്കളെ നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ അങ്ങനെ നിന്നിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇങ്ങനൊരു ആശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടാകട്ടെ. ഇങ്ങനെ ഒരു പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാണ്: മാതാവ് ഏകാന്തത അനുഭവിച്ച് അങ്ങനെ കുരിശിൻ്റെ ചുവട്ടിൽ ഒറ്റക്ക് നിന്നത് നമ്മൾ ഒറ്റക്കാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മാതാവ് കുരിശിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ വാളുകൾ, മുറിവുകളേറ്റങ്ങനെ നിന്നത് അത് നമുക്ക് കുരിശിൻ്റെ തണൽ നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാണ്. ഏകാന്തയായേറെ അമ്മ എനിക്കേകുവാൻ നാഥനെ കൂട്ടായി, വാളുകളേറ്റേറെ അമ്മ ക്രൂശിൻ തണലുമെനിക്കു നൽകിടാൻ, ഏകാന്തയായേറെ അമ്മ എനിക്കേകുവാൻ നാഥനെ കൂട്ടായി, വാളുകളേറ്റേറെ അമ്മ ക്രൂശിൻ തണലുമെനിക്കു നൽകിടാൻ. പരിശുദ്ധമ്മേ, അമ്മയുടെ സഹനം ഞങ്ങൾക്ക് രക്ഷയും ആശ്വാസമായി മാറ്റണമേ. ആമേൻ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കാരുണ്യവാനായ ദൈവമേ, യേശുവിൻ്റെ കുരിശിൻ്റെ സമീപം നിന്ന് വത്സലമാതാവിനെ അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയല്ലോ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വണക്കത്തിൽ അർപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളും കാണിക്കകളും അങ്ങ് നാമത്തിൻ്റെ സ്തുതിക്കായി സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യകന്യകയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സങ്കടങ്ങളുടെ തിരുനാളിൽ
അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രതിബിംബനത്താൽ അങ്ങജാതനായ ഏകപുത്രനെ അവൾ ഗർഭം ധരിക്കുകയും കന്യാത്വത്തിൻ്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവും യേശുക്രിസ്തുവുമാകുന്ന നിത്യപ്രകാശം ലോകത്തിന് നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞുമതയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട്
കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരും വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ പറയുന്നു. ആഖയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ലയോ പാപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും മെത്രാൻ പദവിയിലും വൈദിക പദവിയിലുള്ള എല്ലാവരോടുമൊത്ത് അങ്ങേ തിരുസഭയെ സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മൃതിയടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളിലും പരിശ്രമങ്ങളിലും ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട്
അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാലേ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാലേ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാലേ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സനാതന പരിത്രാണത്തിൻ്റെ കൂദാശകൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വ്യാകുലം അനുസ്മരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലുള്ള കുറവ് സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പൂർത്തീകരിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും
കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.